നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ നിന്നും പിണറായിസം കെട്ടുകെട്ടിക്കാൻ നേതാക്കൾ പണി തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ആദ്യ തുടക്കമാണ് MV ജയരാജൻ പിണറായിക്കിട്ടൊരു കൊട്ടുകൊടുത്തത്. കൊണ്ടു നിർത്തി തോൽപ്പിച്ചതിന് MV ജയരാജൻ ആദ്യ വെടിപൊട്ടിച്ചു. കണ്ണൂരിലെ ഇടത് കേന്ദ്രങ്ങളിൽ BJPക്ക് വോട്ട് വർദ്ധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ ഉൾപ്പെടെ BJPക്ക് വോട്ട് കൂടി. ജയരാജന്റെ ഈ പ്രസ്താവന പിണറായിക്ക് വലിയ അടിയായിരിക്കുകയാണ്. ഒപ്പം MV ഗോവിന്ദനും കനത്ത തിരിച്ചടി. പിണറായിസം പൊലിപ്പിക്കാൻ ഓടി നടക്കുന്നവർക്കെതിരെ പാർട്ടിയിൽ ശക്തമായ എതിർപ്പ് ഉയരുന്നു. BJPക്ക് വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രത്യേക പ്രതിഭാസമാണെന്നും CPMന്റെ വോട്ട് BJPയിലേക്ക് പോയെങ്കിൽ അത് പരിശോധിക്കുമെന്നും MV ജയരാജൻ പറഞ്ഞു. 1977 ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ കോൺഗ്രസ് ജയിച്ചു. ഇത്തവണ BJP വിജയിച്ചില്ലെങ്കിലും ഇടതുപക്ഷത്തിന്റെ ചില കേന്ദ്രങ്ങളിൽ BJPയുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് BJPയിലേക്ക് പോയെന്നാണ് പൊതുവായി കാണുന്നത്. അവർക്ക് 2019 കിട്ടിയ വോട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ ഇടതുപക്ഷത്തിനും കിട്ടിയിട്ടില്ല. BJPയുടെ വോട്ട് വർദ്ധിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസമെന്ന് പ്രത്യേകമായി കാണേണ്ടതുണ്ട്. അത് ആഴത്തിൽ പരിശോധിക്കണം, MV ജയരാജൻ പറഞ്ഞു. പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ UDFന് അനുകൂലമായ ഒരു ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തെല്ലാം ഘടകങ്ങളാണ് ഇതിനിടയാക്കിയതെന്ന് വിശദമായ പരിശോധനയിൽ മാത്രമേ വിലയിരുത്താൻ കഴിയൂ. ജനവിധി അംഗീകരിക്കുകയാണ്. പാർട്ടിക്കും LDFനും ഉണ്ടായ തിരിച്ചടിയെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തി അതിൽ നിന്ന് തിരുത്തേണ്ടവ തിരുത്തിയും പാഠങ്ങൾ പഠിച്ചും ജനങ്ങളെ കൂടുതൽ അണിനിരത്താനും ജനങ്ങളുടെ ഇടയിൽ പാർട്ടിയെക്കുറിച്ചോ മുന്നണിയെക്കുറിച്ചോ സർക്കാരിനെക്കുറിച്ചോ ഉണ്ടായ ധാരണകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടും, MV ജയരാജൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ ഉൾപ്പെടെ BJPക്ക് വോട്ട് വർദ്ധിച്ചത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. MV ജയരാജൻ ഇത് തുറന്നു സമ്മതിക്കുകയും ചെയ്തതോടെ പിണറായിക്ക് നല്ല ഒരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് പാർട്ടിയിൽ മുതിർന്ന നേതാക്കൾ ഇത്തരത്തിലൊരു ചർച്ച നടത്തുകയാണ്. അത് പുറത്തേക്ക് വരുന്നു. ഇത് പിണറായിക്ക് കനത്ത പ്രതിസന്ധിയാണ്. ഇതിനിടെ പിണറായിക്കിട്ട് പണിയോട് പണിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷം പറയുന്നു. തൃശൂരിലെ BJPയുടെ വിജയം CPMന്റെ സമ്മാനമാണ്. പിണറായി വിജയൻ സ്വർണ്ണത്താലത്തിൽ വെച്ച് നൽകിയ സമ്മാനമാണ് ഇത്. CPM കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചുവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. തൃശൂരിലെ പരാജയം സംബന്ധിച്ച് പഠിക്കും. അവിടെ CPM BJP ഡീൽ ഉണ്ടായിരുന്നുവെന്നും പ്രതിപക്ഷം പറയുന്നു. വടകരയിൽ ഷാഫി പറമ്പിലിനെ വർഗീയവാദിയായി ചിത്രീകരിച്ചാണ് പ്രചാരണം നടത്തിയത്. ഷാഫിക്ക് വമ്പിച്ച ഭൂരിപക്ഷം ലഭിച്ച സാഹചര്യത്തിൽ KK ശൈലജയും CPMും ജനങ്ങളോട് മാപ്പ് പറയണം. വടകരയിൽ സമാധാനപരമായി കഴിഞ്ഞ ജനതയെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത്. മോദി കേന്ദ്രത്തിൽ നടത്തിയതിന് സമാനമായ പ്രചാരണമാണ് ഇവിടെ ഇടതുപക്ഷം നടത്തിയതെന്നും പ്രതിപക്ഷം കളിയാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ സർക്കാരിന് തുടരാൻ അവകാശമില്ല എന്നും പ്രതിപക്ഷം കൂട്ടിച്ചേർത്തു. വമ്പിച്ച വിജയം നേടിയപ്പോൾ ആവേശത്തോടെ ജനങ്ങളെ അഭിമുഖീകരിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വമ്പിച്ച പരാജയം ഉണ്ടായപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കാതെ ഒളിച്ചോടുന്നത്? അതിനുള്ള ആർജവം മുഖ്യമന്ത്രി കാട്ടിയില്ല എന്നും പ്രതിപക്ഷം പരിഹസിക്കുകയാണ്. തൃശൂർ സുരേഷ് ഗോപി എടുത്തെങ്കിൽ അതിന് കാരണക്കാരൻ പിണറായി വിജയൻ തന്നെയാണ്. മകൾക്ക് വേണ്ടി ഡീല് വെച്ചത് തൃശൂർ തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി എന്നും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെന്നും പ്രതിപക്ഷം പരിഹസിച്ചു. എന്തായാലും പിണറായിക്ക് ഇനി ഇരിക്കപ്പുറതിയില്ല. തുടരെ പണി കിട്ടുകയാണ്.